അനാവശ്യമായിട്ടുള്ള അനുകൂലിക്കലല്ല, ലക്ഷ്യമുള്ള പ്രോത്സാഹനമാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൂടിലൂടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുട്ടികളിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വിജയം കൈവരിക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് നല്ല മനുഷ്യത്വമുള്ള, ദയയുള്ള, കാരുണ്യമുള്ള, നല്ല പെരുമാറ്റമുള്ള, തനിച്ച് ജീവിക്കാൻ കെൽപ്പുള്ള കുട്ടികളാക്കി തീർക്കാൻ, നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളാക്കി തീർക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയും. അസഹിഷ്ണുത എന്ന് പറയുന്നത് നമുക്ക് തുടച്ചു നീക്കാൻ തന്നെ ഈ ട്രിക്കുകളിലൂടെ നമുക്ക് കഴിയും. അത് എളുപ്പത്തില്ല. പ്രശംസ, പ്രതിഫലം അല്ലെങ്കിൽ സമ്മാനം, പ്രോത്സാഹനം, ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആദ്യം ഇത് സാധിച്ചെടുക്കാൻ കഴിയുന്നത്. കുഞ്ഞ് വളരെ നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ഹോംവർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ് ജോബ്, മിടുക്കൻ, ഗ്രേറ്റ് ജോബ് എന്നും പറഞ്ഞ് സന്തോഷം. പക്ഷെ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. നമ്മൾ ക്ഷമയോടെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം. അത് ചെയ്തതിന് ചെറിയൊരു സമ്മാനം, ചെറിയൊരു മുട്ടായി, അവർക്ക് ഇഷ്ടമുള്ള, അവരുടെ പ്രായത്തിൽ അവർക്ക് പ്രയോജനമുള്ള സമ്മാനം, അവർ ആഗ്രഹിക്കുന്ന സമ്മാനം തന്നെ അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. പിന്നീട് പോയിന്റുകൾ ഓരോന്നും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ, എല്ലാ ദിവസവും കറക്റ്റായിട്ട് പല്ല് തേക്കുന്നു, എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, കിടക്ക വിരിക്കുന്നു, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മൾ പറയാതെ തന്നെ അവർ ചെയ്യുമ്പോൾ ഓരോ പോയിന്റുകളായിട്ട് കൊടുക്കുക. അങ്ങനെ 5 പോയിന്റോ 10 പോയിന്റോ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയോ പാർക്കിലോ സിനിമ കാണിക്കാനോ കുട്ടികളുടെ സിനിമ കാണിക്കാനോ കൊണ്ടുപോവുകയോ ചെയ്യുക. പിന്നീട് സമ്മാനങ്ങൾ, അവർക്ക് പ്രയോജനമുള്ളതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സമ്മാനങ്ങൾ, പിന്നീട് ഈ സമ്മാനങ്ങൾ സ്നേഹ സമ്മാനമാണ് ഏറ്റവും വലുത്. അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരെ അംഗീകരിക്കുന്നു, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കുന്നു, തോളിൽ തട്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നല്ല കാര്യങ്ങൾ പറയുന്നു. എല്ലാ കുട്ടികളെയും തുല്യമായിട്ട്, ഒരാളെ ഒരിക്കലും താഴ്ത്തരുത്. അപ്പൊ പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല കുട്ടി ചെയ്തിട്ട്, പക്ഷെ എഫർട്ട് എടുത്തു, ആ എഫർട്ടിനെ അത്രയും കുട്ടി പരിശ്രമിച്ചല്ലോ എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിന് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുക. ഇതിങ്ങനെ നല്ല അച്ചടക്കത്തിൽ ബാലൻസ് ചെയ്ത് നല്ല സ്വഭാവങ്ങളായി വന്ന ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷെ അപ്പോഴും ഈ ട്രിക്കുകൾ, ഈ റീഎൻഫോഴ്സ്മെന്റ് ട്രിക്കുകൾ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചാലും 10ാം ക്ലാസ്സിൽ പഠിച്ചാലും പേരന്റിങ് നമ്മൾ ഉള്ളിടത്തോളം കാലം പേരന്റിങ് അവസാനിക്കുന്നില്ല. നമ്മളെ കൊണ്ടാക്കാവുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കൂടെ